യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അജുവേട്ടാ, ഞാൻ ഇപ്പോഴേ മനസ്സുകൊണ്ടൊരു അമ്മയായിട്ട് മാറിക്കഴിഞ്ഞു. അജുവേട്ടനോ? അങ്ങനെ ചോദിച്ചത് അല്ല, ചിലർക്കിങ്ങനെ തോന്നാറുണ്ടല്ലോ, ഇപ്പൊ ഒരു അച്ഛനാവാനുള്ള മാനസിക തയ്യാറെടുപ്പ് ആയില്ലെന്നൊക്കെ. ഞാനേ അങ്ങനെ പറഞ്ഞ താനെന്ത് ചെയ്യും? ദേ, നല്ല അടി വെച്ചരും. ഇതിനങ്ങനെ പ്രത്യേക തയ്യാറെടുപ്പൊക്കെ വേണമെന്നുണ്ടോ? വേണ്ടേ? മനസ്സുകൊണ്ട് തന്റെ ഭർത്താവായിട്ട് ജീവിക്കാൻ എന്നും ഞാൻ തയ്യാറായോ ആ നിമിഷം തന്നെ ഒരച്ഛനാവാനും മാനസികമായിട്ട് ഞാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. എന്തേ, നമുക്കുണ്ടാകുന്ന കുഞ്ഞിനെ കുറിച്ച് ഞാൻ എന്തൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്നറിയോ? എന്തൊക്കെ ആലോചിച്ചിട്ടുണ്ട്? ഒരുപാട് പേരുകള്, ഓരോ ഘട്ടത്തിലും പഠിപ്പിക്കേണ്ട സ്കൂളുകള്, എന്തിന് ഡേ കെയർ വരെ ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. അയ്യടാ, എന്റെ കുഞ്ഞിനെ ഡേ കെയറിലൊന്നും വിടാൻ ഞാൻ സമ്മതിക്കില്ല. 6 വയസ്സ് വരെ എവിടെ ഞാൻ വിടില്ല. എന്റെ കൂടെ നിന്ന് വളർന്നാ മതി. അയ്യോ, ആ പ്രായമാകുമ്പോഴേക്കേ മറ്റു കുട്ടികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിയും. ആയിക്കോട്ടെ, എന്റെ കുട്ടി ഇത്തിരി കുറച്ചു പഠിച്ചാ മതി. അതൊന്നും പോരാ, അവൻ ശരിക്കും ഒന്നാമനായിട്ട് തന്നെ വളരണം. അവനോ? അത് അവനായാലും അവളായാലും. നമ്മുടെ കുഞ്ഞ് എല്ലാത്തിലും ഒന്നാമതാവുമ്പോ രണ്ടാമതും മൂന്നാമതും ഒക്കെ ആവാൻ വേറെ കുട്ടികളുണ്ടാവില്ലേ? അതെ, അതിനിപ്പോ അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനാണോ നമ്മൾ അവരെ വളർത്തേണ്ടത്? എല്ലാവരോടും എല്ലാത്തിനോടും പോരാടി ജയിച്ചിട്ട് അവസാനം ജീവിതത്തിൽ അവൻ തോറ്റാലോ? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ജീവിതത്തിൽ ജയിക്കാനാ പഠിപ്പിക്കേണ്ടത്.